നമ്മുടെ തട്ടുകടയുടെ പിറകു വശത്തുള്ള പുഴയുടെ ആഴത്തിൽ. ടോമേ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ലോറി കണ്ടെത്തിയതായുള്ള ഒരു സൂചന ഇപ്പോൾ AK മഷ്റഫിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത അത് തന്നെയാണ്. ആ അയ്യപ്പന്റെ തട്ടുകടയുടെ പിറകിൽ നിന്നാണ് ലോറി പോലുള്ള വസ്തു ഇപ്പോൾ ആ സൂചന ലഭിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ഇപ്പോൾ AK മഷ്റഫ് നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം വരണം. അതിന് സ്ഥിരീകരണം വരേണ്ടതുകൊണ്ട് നേരത്തെയൊക്കെ വലിയ പ്രതീക്ഷ എന്നാണ് AKM പോലുള്ള MLA മാർ ഉൾപ്പെടെ പറഞ്ഞതെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം ന്യൂസ് 18 അവരാണ് തീരുമാനിക്കേണ്ടത്. കാരണം കൂടുതൽ ചളികളിൽ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്കാണ് പോവുക. കാരണം അത് സ്ട്രക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. ഇപ്പോൾ ലാസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് വാർത്ത ആദ്യം പുറത്തു വിട്ടത് ന്യൂസ് 18. ഓക്കെ, പിന്നെ ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്ത ക്ലിപ്പ്, അതായത് ഇവർ പറയുന്ന ഈ ന്യൂസ് 18 ഒരു ക്ലിപ്പ് ഇത് പ്രകാരം ഈ റിപ്പോർട്ട് പ്രകാരം അർജുൻ്റെ ട്രക്ക് കണ്ടെത്തി എന്നുള്ള ന്യൂസ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് 2:22 നിങ്ങൾ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ അറിയാം. 2:22 ന്യൂസ് 18 ഇന്ന് റിപ്പോർട്ട് ചെയ്തു ഈ അർജുൻ്റെ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത്. വേറാസ് നിങ്ങളിപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് 7 മണിക്കാണ്. ഓക്കെ, 6:30-7 മണിയോടുകൂടി ഇപ്പോൾ ന്യൂസ് നോക്കുന്ന സമയത്ത് അർജുൻ്റെ ട്രക്ക് എന്തോ ഒരു ട്രക്ക് അവിടെ ലൊക്കേറ്റ് ചെയ്തു പറഞ്ഞിട്ടുള്ള മലയാളം ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കൃഷ്ണ ബൈര ഗൗഡ എന്ന് പറഞ്ഞിട്ടുള്ള മിനിസ്റ്റർ ഫോർ റവന്യൂ, കർണാടക റവന്യൂ മിനിസ്റ്ററുടെ ഒരു ട്വീറ്റാണ്. അത് വന്നത് 3:30 കേട്ടോ. 1 truck has been definitively located in the water and that naval deep divers will attempt anchoring shortly. ഓക്കെ, ഡെഫിനിറ്റീവ്ലി എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, അതായത് അവിടെ അങ്ങനെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ള ട്വീറ്റ് വന്നിട്ടുള്ളത് 3:30. അപ്പോൾ 2:30 ന്യൂസ് 18 നിങ്ങളിപ്പോൾ കാണുന്നതായിട്ടുള്ള ഈ സ്ക്രീനിൽ കണ്ടിട്ടുള്ള എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തു വിട്ടത്. ഇപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്താണെന്നറിയോ? മലയാളികളെല്ലാവരും വളരെ എന്താ പറയുക, അത്രയും മനസ്സ് നീറി പുകഞ്ഞിട്ട് എന്നൊക്കെ പറയാം. നോർമൽ കണ്ടീഷനിൽ ഞാൻ രാവിലെ എണീറ്റ് ഫസ്റ്റ് കാര്യം ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്, YT സ്റ്റുഡിയോ, എത്ര വ്യൂസായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നമുക്കത് കാണുമ്പോൾ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ എന്താണ് കേട്ടോ ഇന്ന് രാവിലെ എണീക്കുന്ന സമയത്ത് ചെയ്യും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു 9 ദിവസമായിട്ട് ഏത് നേരവും നമ്മൾ ന്യൂസ് എടുക്കുന്നതും പിന്നെ ട്വിറ്റർ കാര്യമായിട്ട് നോക്കും, എക്സിൽ നോക്കും, അതുപോലെ ഫേസ്ബുക്കിൽ പറയും നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് പേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ എവിടെയെങ്കിലും ഈ അർജുനെ ജീവനോടെ അല്ലേ ആ പാവത്തിനെ കണ്ടെത്തിയോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്നുള്ളത് അത് നോക്കാറ്. അല്ലാതെ അതുമായി സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന ഗോസിപ്സ് ഒന്നും നോക്കാറില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുള്ളത് ഞാനും നോക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം മലയാളികൾ, ഒരു 99% മലയാളികളെന്ന് വേണമെങ്കിൽ പറയാം, ഉറ്റുനോക്കുന്നൊരു സംഭവമാണ്. നമ്മളൊക്കൊന്നും ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് അർജുൻ. പക്ഷെ എന്നാലും ആ പാവ സഹോദരനെ നമ്മൾ ആ വീട്ടുകാരെ കുറിച്ച് അമ്മയുടെ പ്രതികരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാണല്ലോ അല്ലേ. അപ്പോൾ ഇത് മുതലെടുക്കുന്ന ഒരു സിറ്റുവേഷൻ മാധ്യമങ്ങൾക്ക് പൊതുവേ എല്ലാ കാര്യത്തിലുണ്ട്. സീരിയസ് ആയിട്ട് പറയാം, ഇന്ന് മലയാളം മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ള കാര്യം, ഇന്നലെ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ കാണിച്ചിട്ടുള്ള കാര്യം, എസ്പെഷ്യലി പറയാതെ വയ്യ ന്യൂസ് 18 എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഇന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം. നിങ്ങളൊന്ന് ന്യൂസ് 18 ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ വീഡിയോ വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. മനസ്സിലാത്തവർക്ക് ഞാൻ അതാ പറഞ്ഞത്, 14:22 ഇവർ പ്രഖ്യാപിച്ചു ഈ ട്രക്ക് കണ്ടെത്തി, അർജുനെ കണ്ടെത്തി എന്നൊരു പ്രഖ്യാപനം വന്നു. ഭയങ്കര ആൾക്കാരൊക്കെ ആ ന്യൂസ് കണ്ട ആൾക്കാരൊക്കെ നമ്മളൊക്കെ മെസ്സേജുകളൊക്കെ അയക്കുന്നതും പറഞ്ഞു കണ്ടെത്തി എന്നുള്ള സ്ക്രീൻഷോട്ടൊക്കെ കണ്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ആ ലൈവ് കണ്ടവർക്ക് അറിയാം, ന്യൂസ് 18 ഉച്ചയ്ക്ക് 2:30 ലൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ന്യൂസ് 18 കളിച്ചിട്ടുള്ളത് വളരെ ഡേർട്ടി ഗെയിമാണ്. അത് അതിൻ്റെ അടിയിലുള്ള ലൈവ് ചാറ്റ് കണ്ടാൽ അറിയാം. ഈ ചാനലെങ്കിലും റിപ്പോർട്ട് അടിക്കി അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു, ഇനി കാണണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് മെസ്സേജസാണ് വരുന്നത്. റീസൺ എന്താണെന്നറിയോ? മഞ്ചേശ്വരം MLA പുള്ളിയായിട്ടൊരു ഇൻ്റർവ്യൂ എടുത്ത് ബൈജു എന്തോ ഒരു റിപ്പോർട്ടർ വരുടെ ഈ റിപ്പോർട്ടർ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ടർ ചോദിക്കുന്ന സമയത്ത് ഇയാൾ പറയണം, അയാൾ ആധികാരികമായിട്ട് പറയല്ല, അപ്പോൾ അയാൾ ഫീൽ ചെയ്യുന്നതും കൂടെ അല്ല പറയുന്നത്. അതെന്ന് വെച്ചാൽ നേവിയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഹിൻഡ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സ്പോട്ട് അവർ ലൊക്കേറ്റ് ചെയ്തു, അവിടെ ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 8 ദിവസത്തെ സിറ്റുവേഷൻ പോലെയല്ല 9ാമത്തെ ദിവസത്തെ സിറ്റുവേഷൻ എന്നുള്ളത് ഈ ഒരു മഞ്ചേശ്വരം MLAയുടെ വാക്കെന്ന് പറയുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഫസ്റ്റ് കണ്ട ക്ലിപ്പ് ഡയറക്റ്റായിട്ട് ഇതിനെ നേരെ ഈ റിപ്പോർട്ടറും അവിടെ നേരെ സ്റ്റുഡിയോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത് അർജുനെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ള സംഗതി അങ്ങോട്ട് കണ്ടെത്തുന്നു. ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള
ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻ ഇവർ കൊടുക്കുന്നു ഫസ്റ്റ്. ഓക്കെ, ഇത് ആ ഒരു സമയത്ത് ഇത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഇവരെന്ത് പണി കിട്ടി? അധികം ബുദ്ധിമുട്ടൊന്നും ചെയ്തില്ല. ഈ കണ്ടെത്തി എന്നുള്ളതിൻ്റെ തൊട്ടടുത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി വളരെ സിമ്പിളായിട്ട് ഇടണം. നമ്മളെപ്പോലുള്ള എന്നൊക്കെ പോലുള്ള ചെറിയ ചെറിയ ചാനൽസൊക്കെ, ഈ യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ചെറിയ അവരൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാം. ഇതുപോലെ മാസ് ഓഡിയൻസിലേക്ക് എത്തുന്ന ആൾക്കാർ, കാണുന്ന ആൾക്കാർ, റിലയബിൾ ഇൻഫർമേഷന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ന്യൂസ് ചാനൽസൊക്കെ ഇതുപോലുള്ള വൃത്തികെട്ട ഏർപ്പാടുകൾ കാണിക്കുക എന്ന് പറയുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എന്താ അറിയോ, ദേഷ്യത്തിനേക്കാളും കൂടുതൽ വിഷമാണ് തോന്നുക. മനുഷ്യൻ്റെ ആ ഒരു വിഷമത്തിനല്ലേ, ആ ഒരു ഇമോഷനെ, ആ ഒരു സിറ്റുവേഷനെ, ക്യൂരിയോസിറ്റിനെ, ഇമോഷനെ, എന്താ പറയുക, പ്രാർത്ഥനേനെ അല്ലേ, അതിനെ മുതലെടുക്കുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ന്യൂസ് 18 കാണിച്ച കാര്യം ഡയറക്റ്റായിട്ട് കാണുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ അടുത്ത കാണാൻ പോകുന്ന ക്ലിപ്പ് ശ്രദ്ധിക്കുക. ആ ക്ലിപ്പിൽ എന്താണ് ഈ മഞ്ചേശ്വരം MLA പറഞ്ഞത്, അതിന് ഏത് രീതിയിലാണ് ഈ റിപ്പോർട്ടർ മാനിപ്പുലേറ്റ് ചെയ്തതെന്നുള്ളത്. പുഴയുടെ ആഴത്തിൽ ടോമേ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ലോറി കണ്ടെത്തിയതായുള്ള ഒരു സൂചന ഇപ്പോൾ AK മഷ്റഫിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത അത് തന്നെയാണ്. ആ അയ്യപ്പന്റെ തട്ടുകടയുടെ പിറകിൽ നിന്നാണ് ലോറി പോലുള്ള വസ്തു ഇപ്പോൾ ആ സൂചന ലഭിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ഇപ്പോൾ AK മഷ്റഫ് നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം വരണം. അതിന് സ്ഥിരീകരണം വരേണ്ടതുകൊണ്ട് നേരത്തെയൊക്കെ വലിയ പ്രതീക്ഷ എന്നാണ് AKM പോലുള്ള MLA മാർ ഉൾപ്പെടെ പറഞ്ഞതെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം ന്യൂസ് 18 വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമാണ്. അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ, KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്ന വിവരം, അർജുൻ സഞ്ചരിച്ചു എന്ന് കരുതുന്ന ആ ലോറി കണ്ടെത്താൻ സാധിച്ചു എന്ന രീതിയിലുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. AK മഷ്റഫാണ് ഈ സംഭവ സ്ഥലത്തു നിന്നും അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ന്യൂസ് അപ്പോൾ ഈ ഒരു സംഗതി നടന്ന ഉടനെ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ നേരെ വണ്ടി എടുത്തിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് നേരെ വെച്ച് പിടിക്കണം. അപ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടു എന്നായിരിക്കുന്നു. ആ സമയത്ത് ന്യൂസ് 18 കംപ്ലീറ്റ് ലൈവ് കണ്ടവർക്കറിയാം, ഇനി ന്യൂസിൽ അവരെന്ത് പറഞ്ഞാലും അവർ കാണിച്ചിട്ടുള്ളത് നമ്പർ 1 ചെറ്റത്തരാണ്. കാരണം വെച്ചാൽ ആ KV ബൈജു എന്ന റിപ്പോർട്ടർ ഈ MLA-നോട് ചോദിക്കുന്ന സമയത്ത് ഈ ട്രക്ക് കണ്ടു എന്നുള്ള വിവരം ഒരു കാരണവശാലും അവിടെ കണ്ടു എന്നുള്ള ആ സ്ഥിരീകരണം അയാൾ കൊടുക്കുന്നില്ല. പക്ഷേ ഈ റിപ്പോർട്ടർ നേരെ ഇത് സിറ്റുവേഷനിലേക്ക് മാറ്റുന്നു, ഇത് നേരെ സ്റ്റുഡിയോയിലേക്ക് കൈമാറുന്നു, അവിടുന്ന് അടുത്ത രീതിയിൽ പ്രോംപ്റ്റ് വരുന്നു, പിന്നെ സിനിമ സ്റ്റൈലിൽ നേരെ ഇവർ ആ സ്പോട്ടിലേക്ക്, ഒരുപാട് ദൂരെയാണ്, ആ ദൂരെയുള്ള സ്പോട്ടിലേക്ക് വെച്ച് പിടിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആ സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. നമുക്ക് തത്സമയം തന്നെ ആ വിവരങ്ങൾ, ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണിക്കാൻ പറ്റുക. നമ്മൾ ആ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ പോകാൻ പോകുന്നു. ടോമേ, അത് മാത്രമല്ല AKM മഷ്റഫ് നൽകിയത് വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. ലോറി കണ്ടെത്തിയിരിക്കുന്നു. അർജുന്റെ ലോറി നമ്മൾ 9 സമയം നോക്കൂ, ഇപ്പോൾ 2:24 ലോറി കണ്ടെത്തിയിട്ടില്ല. 3:30-ക്കാണ് ഈ ട്വീറ്റ് പോലും വരുന്നത്. അവർ ഒഫീഷ്യൽ സ്ഥിരീകരണം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഈ സമയത്ത് മറ്റുള്ള ഒരു ന്യൂസ് ചാനൽസും ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, അറിയില്ല. ഇതിൻ്റെ അടിയിലുള്ള ലൈവ് ചാറ്റിലുള്ള കമൻസ് കംപ്ലീറ്റ് ന്യൂസ് 18 തെറിവിളിയായിരുന്നു. ഓക്കെ, ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്നും പറഞ്ഞ് ഇവർ നേരെ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇനി അടുത്തൊരു സിറ്റുവേഷൻ കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടോളൂ, ന്യൂസ് 18 എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് 2:36 ഒരു ഇൻഫർമേഷൻ. ശാസ്ത്രീയമായിട്ടുള്ള ഏറ്റവും ആഴത്തിലുള്ള പരിശോധനയ്ക്കൊടുവിലാണ് ഈ ലോറിയിലേക്ക് എത്തിയത് എന്ന് AK മഷ്റഫ് MLA തൊട്ടു മുമ്പ് ന്യൂസ് 18 പറഞ്ഞിട്ട് നമുക്ക് ദൃശ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ AK മഷ്റഫ് MLA വാക്കുകൾ ഒരിക്കൽ കൂടി പോകാൻ തോന്നുന്നു. എന്താണ് അഷ്റഫ് MLA നമ്മോട് പറഞ്ഞത്? ഈ സമയത്ത് നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ ലോറി കണ്ടെത്തി എന്നാണ് പറയുന്നത്. സമയം ഉച്ചയ്ക്ക് 2:30ക്ക് ന്യൂസ് 18 പറയുന്നു ഈ ലോറി കണ്ടെത്തി എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നേരെ വീണ്ടും ഇവർ AK മഷ്റഫിലേക്ക് പോകുന്നു. അപ്പോൾ ഇവർക്ക് ഇവരുടെ അമളി മനസ്സിലാവുന്നു. ഇവർ ചെയ്തത് പൊട്ടത്തരായിപ്പോയി എന്നുള്ളത് മനസ്സിലായി. ഈ മനസ്സിലായതോടുകൂടി നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇവർ ആദ്യം പറഞ്ഞിരുന്നു ലോറി കണ്ടെത്തി എന്നുള്ള ആ ഒരു എന്താ പറയുക തംബ്നെയിൽ, ആ ഫോട്ടോന് തംബ്നെയിലിൽ പോലും ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞ സാധനം നേരെ അവർ അതിൻ്റെ അങ്ങേപ്പുറത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, ലോറി കണ്ടെത്തി എന്നൊക്കെ. എന്നിട്ട് ഇവർ ഈ ഒരു വീണ്ടും ഈ ലാസ്റ്റ് ഇതാ എടാ അർജുൻ്റെ നിന്ന് സൂചന. ഓക്കെ, അർജുൻ്റെ നിന്ന് സ്പോട്ടിലുണ്ടായിരുന്നു. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞത് നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യണം, എന്തായാലും അവർക്ക് ഒരു ധാരണ ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, അവർക്ക് ചില ധാരണകൾ ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാക്കി. ഏകദേശം 2:45 ഇന്നലെ കണ്ടതുപോലെയല്ല.
ഇന്നലെ ഇപ്പൊ നമ്മളെ റഡാറിൽ പല സിഗ്നലും കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം വലിയ കല്ലായി അങ്ങനെ പലതുണ്ട്. പക്ഷെ ഇന്ന് അവർ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഒരു തയ്യാറെടുപ്പോടു കൂടി ഈ തെരച്ചിൽ അവർ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഇവര് അവരൊക്കെ ഒരു ചാലഞ്ചായി ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അവരിപ്പോ കാണുന്നത് ഇത്ര ദിവസം ലോകം മുഴുവനും കാണുന്നു, ഞങ്ങളുടെ കർണാടകത്തിന്റെ സംവിധാനത്തിന്റെ ഒരു തോൽവിയായി ഇത് മാറുന്നു. അതുകൊണ്ട് ഇത് എന്തായാലും കണ്ടുപിടിക്കണമെന്നുള്ള അവരിലൊരു ചാലഞ്ചും കൂടി നമുക്കിന്ന് കാണാൻ കഴിയും. കണ്ടോ, ലോറി തീരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ആക്കി മാറ്റി ഇവർ. ഇതിൻ്റെ അടിയിക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, ഞാൻ റിപ്പോർട്ട് അടിച്ചു, നിങ്ങളൊക്കെ റിപ്പോർട്ട് അടിക്കേ, കണ്ടെത്തി എന്നാണ് ന്യൂസ് 18 പറഞ്ഞത്, റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കണം, നാക്കിന് നീളവും തൊണ്ടയ്ക്ക് കട്ടി ഉണ്ടെന്ന് പറഞ്ഞ് എന്തും പറഞ്ഞതാക്കരുത്, ഞാൻ റിപ്പോർട്ട് അടിച്ചു, കണ്ടെത്തി എന്നാണ് ന്യൂസ് 18 പറഞ്ഞത്, കംപ്ലീറ്റ്. അതായത് നിങ്ങളതാ നീയൊക്കെ അല്ലേ പറഞ്ഞത് കിട്ടിയെന്ന്, ഈ റിപ്പോർട്ട് അത് കംപ്ലീറ്റ് ന്യൂസ് 18 എന്ന ചാനലിന് റിപ്പോർട്ട് അടിക്കണം എന്നുള്ള രീതിയിലാണ്. ചുമ്മാ ആൾക്കാരെ പറ്റിക്കുന്ന ചാനൽ. ഇനി കുറച്ച് ഉരുളാം കേട്ടോ, കാണാത്തത് കണ്ടെന്ന് പറയല്ലേ എന്ന്. ഇതാ അടുത്ത് മയിലുകളെ തംബ്നെയിൽ വരെ മാറ്റി. സീരിയസ്ലി അവർ തംബ്നെയിൽ വരെ മാറ്റി. ഇതൊക്കെ ഇതിനടിയിൽ വന്നിട്ടുള്ള ചാറ്റാണ്. ഞാൻ കണ്ട സമയം ഞാൻ റിപ്പോർട്ട് അടിച്ചു നിങ്ങളൊക്കെ റിപ്പോർട്ട് അടിക്കുക. കാരണം റിപ്പോർട്ട് അടിയുടെ സംഗതി മാത്രമേ ആൾക്കാരുടെ അടിയിൽ. കാരണം ഞാൻ ഈ ഒരു ഇത് ചാറ്റ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഇതെല്ലാം വാച്ച് ചെയ്യുന്നതും ഇതിലൊക്കെ കമൻറ്റ് ചെയ്യുന്നത് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ ജെനുവിനായിട്ട്. അപ്പോൾ ഇവരുടെ ജെനുവിനിറ്റിയും നമ്മുടെയൊക്കെ ഈ അർജുൻ്റെ ഇതിലുള്ള പ്രതീക്ഷയും ആ പ്രാർത്ഥനയും മുതലെടുക്കുകയാണ് ന്യൂസ് 18 എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഇന്ന് കാണിച്ചിട്ടുള്ളത്. ഇത് എല്ലാ മാധ്യമങ്ങളും കാണിക്കാമെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷേ നമ്മൾ വളരെ എവിഡൻ്റ് ആയിട്ട് ഇത്ര അധികം ആൾക്കാർ മലയാളികളെല്ലാം ഒരു പ്രാർത്ഥനയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാണുന്ന ഈ ഒരു സിറ്റുവേഷനെ ഇത്തരം രീതിയിൽ മുതലെടുക്കുന്ന സംഗതി ലൈവായിട്ട് കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ജസ്റ്റ് ഒന്ന് അറിയിക്കണം തോന്നി. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അർജുൻ്റെ ഇതിൽ. ഇനി ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വേറെ 1-2 വിഷയങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ.